ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടോ കൂട്ടുകാരെ, ഇതാണ് കേട്ടോ പെരിച്ചാഴി. ഈ പെരരെ തറയൊക്കെ എന്നും കുഴി ഉണ്ടാക്കിയിട്ട് ഞാനൊക്കെ കല്ലിട്ടിട്ടും മണ്ണിട്ടിട്ടും തോർക്കും. പെര ചുറ്റോറും കുഴി ഉണ്ടാക്കിയിട്ട് പാതകത്തിൻ്റെ ഉള്ളിലേക്ക് പോണ ഒരു ജന്തുവാണ് കേട്ടത്. ഇപ്പോൾ അത് വെള്ളത്തേക്ക് പശുവിൻ്റെ ജിതേശ്വര വെള്ളം ബക്കറ്റിക്ക് ചാടിയിട്ട് കിടക്കുകയാണ്. എന്നിട്ടിപ്പോൾ അതിൽ കരച്ചിൽ നോക്കി അതിനെ കരയുമ്പോൾ അപ്പം മനസ്സലിയും കേട്ടാ. എന്താണ് ഈ പെരിച്ചേഴിനെ കൊണ്ടൊരു ശല്യം. അതിൻ്റെ അമ്മയും ഫാമിലി ഒക്കെ മൊത്തം ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടുന്ന് അങ്ങോട്ട് വിന്ധ്യേശ്വരം അങ്ങോട്ട് തുരങ്ക ഉണ്ടാക്കുക, തുരങ്കത്തിൽ കൂടെ അങ്ങോട്ട് കിടക്കുക, അങ്ങോട്ട് കിടക്കുക. ഇങ്ങനെ ഒരു ശല്യം പറ്റാണ് ഞാൻ കൊണ്ട് പറയാനില്ല കേട്ടാ. എന്താ പറയുക, കുറേ നമ്മളങ്ങനെ ഉപദ്രവിക്കുമ്പോൾ ഈ ഉപദ്രവിക്കുന്നവർ ചിന്തിക്കില്ലല്ലേ ഇങ്ങനെ ഒരു സമയം ഇവർക്ക് ഉണ്ടാവുമെന്ന്. എന്നാലും കരയിൽ നിൽക്കുമ്പോൾ നമുക്ക് വാവാവൂട്ടാ. എന്താ ചെയ്യുക, പലതും ഞാൻ ചെയ്തു നോക്കി. പിന്നെ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാനും പറ്റില്ല കേട്ടോ. ഈ പൂച്ചക്കുട്ടികളൊക്കെ ഉള്ള കാരണേ അവർ തിന്നു വെച്ചിട്ട് പേടിച്ചിട്ടാ. അപ്പോൾ അതൊക്കെ അവിടെ കേട്ടെ, നമുക്ക് നമ്മളെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് വരല്ലേ. അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അലാറം ഓഫാക്കിയിട്ട് അവിടെ തന്നെ കിടന്നിട്ട കൂട്ടുകാരെ. എന്നിട്ട് നല്ല നേരം വഴുകിയിട്ടാ. അപ്പോൾ തലേ സേട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊറോട്ട മേടിക്കാമെന്ന്. അപ്പോൾ അതിലേക്ക് മുട്ടക്കറി ഉണ്ടാക്കുക വേണ്ടു. അപ്പോൾ വേഗം അങ്ങനെ മുറ്റടിയും മറ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം വന്നിട്ട് ഞാൻ 2 സവോളയൊക്കെ എടുത്തിട്ട് ചീകി വെച്ച് മുട്ടക്കറി ഉണ്ടാക്കട്ടാ. അപ്പോൾ ഇത് അടുപ്പത്ത് ഇങ്ങനെ ഉള്ളി വഴറ്റണേലിടയ്ക്ക് കറണ്ട് പോയിട്ടാ. അപ്പോൾ ഞാൻ കുറച്ച് നാളികേരം വറുത്തിട്ട് അരയ്ക്കുക, അല്ലെങ്കിൽ ചിരകിയിട്ട് കുറച്ച് പാലെടുത്ത് ഒഴിക്കുക, എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ കറണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഇതിൽ ഓരോന്ന് കൂട്ടുകളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മുട്ട മസാല പോലെ മസാലക്കറി വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഗ്രാമ്പും പട്ടയും ഏലക്കായൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ച് കുറച്ച് പെരിഞ്ചീരകമൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇതൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് കിട്ടണമല്ലോ. അങ്ങനെ വലിയൊരു തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു പച്ചമുളകും ഒക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴന്നതിൻ്റെ ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ചിക്കൻ മസാല കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഗരം മസാല പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇതാക്കിയിട്ട് ഈ നേരം വഴി എണീച്ചാലേ പോയിട്ടാ കാര്യം. ആ സ്ഥാനത്ത് നമ്മൾ കുറച്ച് നേരത്തെ എണീക്കി വെച്ചാൽ നമ്മളെ പണികളൊക്കെ വേഗം കഴിയും ചെയ്യും. നമ്മളതായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇരിക്കും ചെയ്യാം. അപ്പം ഞാൻ ഈ കടയിലത്തെ മുട്ടയെ കഴിക്കുള്ളൂ കേട്ടോ. വീട്ടിലുള്ള കോഴിയുടെ മുട്ട ഞാൻ കഴിക്കില്ല. അപ്പോൾ അത് ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 3 ഞാൻ പുഴുങ്ങി. പക്ഷേ ഈ നാടൻ മുട്ടയ്ക്ക് തീരെ ഭയങ്കര ടാസ്ക് കേട്ടോ. ഈ പൊളിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ അതൊക്കെ തൊണ്ടൊക്കെ പോരും ഉപ്പിട്ടിട്ടൊക്കെ തന്നെ വേവിച്ചത്. അപ്പം ഞാൻ കുറച്ച് വെച്ച് പൊളിച്ചിട്ട് ഞാനത് അവിടെ വെച്ച് കൊടു തിന്നുമ്പോൾ പൊളിച്ചോളും വിചാരിച്ചിട്ട് ഞാനത് അങ്ങനെ അവിടെ വെച്ചിട്ടാ. അപ്പോൾ മുട്ടക്കറിക്ക് നമ്മൾക്കൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ മുട്ട ഒന്ന് അതിൽ മുറിക്കാതെ ഇതൊക്കെ വേണമല്ലോ. അപ്പം ഞാൻ ആ ഒരു മുട്ട ഞാൻ 2ആയിട്ട് പൊളിച്ചിട്ട് ഞാൻ നമ്മളെ ഇതിലിട്ട് കൊടുത്തിട്ടാ. അപ്പോഴല്ലേ ഒരു രസം. പിന്നെ മറ്റേതാകുമ്പോൾ പിന്നെ എനിക്കത് ഇഷ്ടമല്ല, താല്പര്യമല്ലാത്ത കാരണം പിന്നെ ഇപ്പം അതിന് നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ടാട്ടാ. അങ്ങനെ മുളക് പൊടി, മല്ലിപ്പൊടിയും പൊടികളൊക്കെ ചേർത്ത് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ല ഒരു മുട്ടക്കറി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ മോൻ ചോദിച്ച് പൊറോട്ട വാങ്ങുമ്പോൾ മേടിച്ചതാണോ ചോദിച്ചിട്ടാ. അപ്പോൾ ഇത് പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മസാല ആക്കി വെച്ചപ്പോഴേ. അപ്പോൾ എന്തായാലും നേരം വൈകിയാലും പിന്നെ ചായൻ്റെ കടിയുടെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ 8:30 ആകുമ്പോഴേക്കിനെ ചായയൊക്കെ കുടിക്കാൻ പറ്റിയിട്ടാ. അപ്പത്തിന് പിന്നെ ഏട്ടൻ പൊറോട്ടയൊക്കെ ആയിട്ട് വന്നു കേട്ടാ. അപ്പോൾ പിന്നെ പഴം കൊടുക്കുന്നുണ്ടായിരുന്നു, അവിയൽ കൊടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാനൊന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ. നിങ്ങളെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടാട്ടാ ഞാൻ ഈ മുന്നോട്ട് പോണത്. അപ്പം നമ്മളെ വീഡിയോൻ്റെ ടൈം മാറ്റിയത് മിക്ക കൂട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷേ എല്ലാവരും ഒന്നും അറിയാൻ സാധ്യതയില്ല. വെച്ചാൽ വീഡിയോ ഒന്നും അധികം ഒന്നും കണ്ടിട്ടില്ല കേട്ടോ, മിഞ്ഞാനത്തെയൊന്നും. അപ്പോൾ നമ്മൾ രാവിലെ 10 മണിക്ക് ആക്കി ഇറക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഇനി അങ്ങനെ ഒന്ന് ഇട്ട് നോക്കുക, എന്തെങ്കിലും മാറ്റം വരുമെന്ന് നോക്കാമല്ലോ. അപ്പോൾ കുറച്ച് കറിവേപ്പില, നല്ല നാടൻ കറിവേപ്പില പോയിട്ട് പൊട്ടിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ അതും കുറച്ച് ഊരിയിട്ട് കൊടുത്ത്. കറിവേപ്പിലയൊക്കെ കറിയിൽ കുറച്ചധികം തന്നെ വേണം കേട്ടോ. പിന്നെ മല്ലിയുടെ ഇല ഉണ്ടായിരുന്നു,
അപ്പോൾ കുറച്ച് മല്ലിയിലയും കഴുകിയിട്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മളെ കറിയുടെ പരിപാടി നല്ല ഫിനിഷിങ്ങായി. അപ്പോൾ കറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചായ കൊടുക്കാതെ വെച്ചിട്ട് ഞാൻ ചായയും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ ഒരു കഷ്ണം ചക്ക ഒരാൾ തന്നതാട്ടാ, വിൻറ്റേജ് തന്നതാണ് ഇട്ടപ്പോൾ ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞു, വലിയ ചുളയാട്ടാ. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ ഇന്നലെ ചുളയൊക്കെ എടുത്തിട്ട് ഞാൻ കുറച്ച് എലിശ്ശേരി കുറച്ച് തന്നെ കേട്ടാ, ഞാനും ഏട്ടനല്ലേ കഴിക്കുള്ളൂ, എലിശ്ശേരി വയ്ക്കാമല്ലോ വെച്ചിട്ട് ഇന്നലെ ചുളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വണ്ടിയിൽ പറഞ്ഞിട്ട് പോകുക കേട്ടാ. സവോള 100, തക്കാളി 100. നമ്മൾ ചെന്നുണ്ടെച്ചെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ വണ്ടിയിൽ. അങ്ങനെ അതൊക്കെ അപ്പം അതിലേക്കുള്ള കുരുക്ക് തോല് കളയാൻ പറ്റിയില്ല കേട്ടാ, വഴുവഴുപ്പുണ്ടായിരുന്നു. അപ്പം ഞാനൊക്കെ കഴുകിയിട്ട് ഇന്നലെ ഒന്ന് പരത്തിയിട്ടു. അപ്പോൾ അത് ഞാൻ ഈ ഉള്ളിക്കറി ഉണ്ടാക്കണേലിടയ്ക്ക് ഞാൻ അതൊക്കെ തോല് കളഞ്ഞെടുത്തിട്ടാണ്. അപ്പോൾ അതൊക്കെ കൂടി കഴുകിയിട്ട് ഞാൻ അടുപ്പൊഴിഞ്ഞപ്പോൾ അതുമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വേവട്ടെ. പിന്നെ അതിലേക്ക് കുറച്ച് നാളികേരമല്ലേ ചേർക്കേണ്ടുള്ളൂ. അപ്പോൾ ഏട്ടനൊക്കെ ചാടിച്ച് പോയിട്ടാണ്. പിന്നെ മേശമ പോയി ഇല്ല. എനിക്ക് ഈ അടുക്കളയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വെച്ചാൽ ആരുമില്ലല്ലോ, ഇങ്ങനെ ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടട്ടോ. പക്ഷേ കഴുകിയൊക്കെ ചെയ്യും, പക്ഷേ പിന്നെ അവിടെ നിന്ന് എണീക്കാനായിട്ടാണ് കുറച്ച് പണി. അപ്പോൾ എന്തായാലും വരില്ല. ഞാനൊരു 1.5 പൊറോട്ട ഇട്ടാ, 2 പോവില്ല രാവിലെ. ഈ ഒന്നാമത് ഈ മൈദയുടെ അങ്ങനെയൊന്നും പറ്റില്ല വല്ലാണ്ടൊന്നും ഇട്ടാ. അപ്പോൾ അങ്ങനെ മുട്ടക്കറിയൊക്കെ കൂട്ടിയിട്ട് ഞാനങ്ങനെ ചായയൊക്കെ കുടിച്ചു വിട്ടാ. അപ്പോൾ നമ്മളെ തറവാട്ടിൽ മീൻ നന്നാക്കുന്നിടത്ത് മണി ഇരിക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഒരാളെ വിളിച്ചാൽ മതി കേട്ടാ, ഒരാളെ വിളിച്ചാൽ മതി, എല്ലാവരും വരും. എന്താ വെച്ചാൽ അവർക്ക് അറിയാം എന്തെങ്കിലും തിന്നാനാണ് ഇപ്പം അമ്മ വിളിക്കുന്നത് കേട്ടാ. അങ്ങനെ ചാവടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നാളികേരമൊക്കെ ചിരകിയിട്ട് അത് കുറച്ച് ജീരകം ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ച് ചേർത്തിട്ടാ. നല്ല അടിപൊളി ടേസ്റ്റുള്ള, കുറച്ചായാലും നല്ലൊരു ചക്കലിശ്ശേരി ആയിരുന്നു കേട്ടാ. അപ്പോൾ ഉണക്കമുളകൊന്നുമില്ല, കറിവേപ്പിലയും കടുകൊക്കെ പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചിട്ട് ഒന്ന് വറവിട്ടെടുത്ത്. അപ്പോൾ ഒന്ന് ചൂടാണ് കേട്ടോ, എന്നാൽ തന്നെ നന്നാക്കി ഒക്കെ വെച്ചതാണ്. അപ്പോൾ അത് കുറച്ച് മുളകിടണം, കുറച്ച് പൊരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചേക്കാം കേട്ടോ, ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് പകുതിയിലേറെ നമുക്ക് ഫ്രൈ ആക്കണം. മോനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ചൂടാ. അപ്പോൾ റേഷൻ്റെ അരിയാണ് കേട്ടോ അന്ന് ഞാൻ വെച്ചത്. നല്ല അരി കേട്ടോ പ്രാവശ്യം കിട്ടിയത്. ഒന്ന് കണ്ണ് തെറ്റിയാൽ പോയിട്ട കാര്യം. അപ്പോൾ 2 നേരത്തേക്കൊക്കെ ആകുമ്പോൾ കേട് വരും. അപ്പോൾ ഞാൻ ഒരു നേരത്തേക്ക് തന്നെ ഊറ്റിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മറുത്ത് വന്നപ്പോൾ നമ്മളെ ചിന്നുവിൻ്റെ ഒരു കുട്ടിയാട്ടാ. ഇത് ഉള്ളിലേക്കൊരു പാവാട്ടാ, വണ്ടി ഇടിച്ചിട്ട് കാലൊക്കെ ഒരു വികലാംഗൻ്റെ പോലത്തെയാണ്. അപ്പോൾ വന്നു മറുത്ത്. ഇപ്പോൾ ഞാൻ ഒന്ന് സ്നേഹിച്ചപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെ വന്ന് എടുക്കൂട്ടാ, ഇടയ്ക്കൊക്കെ വന്നിട്ട്. അപ്പോൾ ഞാൻ ഒരു കഷ്ണം പൊറോട്ട കൊടുത്തപ്പോൾ ഇങ്ങനെ കയ്യേറ്റ് പിടിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടാ. അപ്പോൾ ആ ഉള്ളിൽ ഒരു പാവാണ് ഇട്ടത്. പിന്നെ മറ്റവരൊക്കെ വലുതാവുന്നതിനനുസരിച്ചിട്ട് അവർ അച്ഛൻ്റെ സ്വഭാവങ്ങൾ എടുത്തു തുടങ്ങിയിട്ടാ. ചിന്നു പാവാച്ചെങ്കിലും ചിന്നുവിൻ്റെ കുട്ടികളെ അച്ഛൻ ജഗിലാട്ടാ. അപ്പോൾ ഭയങ്കര വലുതാവുന്നിടത്തോളം ഇവർ അങ്ങനെയാണല്ലോ. പക്ഷെ ഇതിനൊന്ന് സ്നേഹിച്ചപ്പോൾ പാവാണിട്ടത്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ നമുക്കൊരു പാവാവും. അപ്പോൾ കുറേ നേരം കിടന്നിട്ടും കയ്യും കാലൊക്കെ നീട്ടിയിട്ടും പിന്നെ ഇരുന്നിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ നേരം അവിടെ കിടന്നിട്ടാണ് കേട്ടാ പോയതൊക്കെ. ഈ പട്ടിപ്രേമം പൂച്ചപ്രേമൊക്കെ കാരണം നമ്മളൊരു ഐക്യമായിട്ട് അവരെ പിന്നാലെ ഓടിയിട്ടും മണ്ടിയിട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഒന്ന് പുറത്ത് പോകാണ്ടായിരുന്നിട്ടാ. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് പുറത്ത് പോകുകയാണ് കേട്ടാ. അപ്പോൾ അന്ന് എക്സിബിഷന് പോയപ്പോൾ പൊട്ട് വാങ്ങിയതാട്ടാ, കുറച്ച് വലിയ പൊട്ടൻ്റെ ആട്ടാ ഞാൻ വാങ്ങിയത്. അപ്പോൾ മോള് വിളിച്ചപ്പോൾ ചോദിച്ചു എന്താ വനജ ടീച്ചറെ പോലത്തെ പൊട്ടാണല്ലോ എന്നൊക്കെ. വനജ ടീച്ചർ വലിയ പൊട്ടാട്ടത്. അപ്പം നമ്മളെ കുറച്ച് വിളവെടുപ്പുണ്ട് കേട്ടാ. നമ്മളെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഗുരുവായൂരിന്ന് പോയപ്പോൾ മോൾ അവിടുന്ന് മേടിച്ചപ്പോൾ അതിന് 3 തൈ തന്നതാട്ടാ. അപ്പോൾ വൈലറ്റ് അല്ല കേട്ടാ, വെള്ള ഈ വെള്ള കളറ് പച്ച കളറുള്ള നീള വഴുതന. ഇതൊക്കെ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടിയതാകുന്നുണ്ട് കേട്ടാ. പിന്നെ ചെറുത് വൈലറ്റ്. അപ്പോൾ നല്ല നീളമുള്ള വഴുതനയാട്ടാ.
ഒക്കെ പാകമായിരിക്കണം. അപ്പം നമുക്ക് ഒരു വഴുതനങ്ങ ആയാലും നമ്മൾ നട്ട് നനച്ച് കുഴിച്ചിട്ടത് നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പോൾ ചാണകപ്പൊടിയൊന്നും ഇല്ല, എന്നാലും ഞാൻ കുറച്ച് സിളറിയൊക്കെ അജി തേച്ചിരോടൊന്നും ഒക്കെ എടുക്കൂട്ടാ. അപ്പോൾ ഒരു കുമ്പളങ്ങ വെറുതെ മുളച്ചുണ്ടായതാട്ടാ. അപ്പോൾ ഞാൻ ഒന്ന് പടത്തി വിട്ടതാണ്. അപ്പം ഞാൻ മുറുക്കി വെച്ചിട്ട് കത്തിയൊക്കെ പോയി. പക്ഷേ ചില ഭാഗത്ത് നല്ല വെള്ള നിറം പൊടി വന്നാൽ അത്ര മൂപ്പാവുക, പക്ഷേ ഒരു ലേശ ഭാഗത്തും കൂടി ആവാണ്ട്. അത് കാരണം മുറിച്ചില്ല ഞാനത്. ഒന്നും കൂടി ആയിക്കോട്ടെ വിചാരിച്ച്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ.